ഹായ് ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ ഹോസ്റ്റലിലെ ഒരു വാട്ടർ ഈറ്റിൻ്റെ ഡേ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീട്ടിലുള്ള ദിവസം അച്ഛൻ 8 മണി കൂടുതൽ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. പിന്നെ കയ്യും കാലും പിടിച്ച് 5-10 മിനിറ്റൊക്കെ കിടന്നുറങ്ങും. ഹോസ്റ്റലിലാകുമ്പോൾ പിന്നെ നമ്മളെ വിളിക്കാനും പറയാനും ആരുമില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എണീക്കാം, കിടക്കാം, ആ ഒരു രീതിയിൽ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ മോർണിംഗ് റുട്ടീൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് അത് എന്താ പറയുക, ഞാൻ കുറച്ച് ലേറ്റായിട്ട് ഇന്നലെ കിടന്നതുകൊണ്ട് ഞാൻ ലേറ്റായിട്ട് തന്നെയാണ് എണീറ്റതും. അപ്പോൾ രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പം മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഈ സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ്. ഫ്രഷ് ആയി കഴിഞ്ഞാൽ അടുത്തത് എന്താ, ഫുഡ് കഴിക്കാന്നുള്ളത്. വീട്ടിലെ കണക്ക് അമ്മ വിശക്കണമെന്ന് പറഞ്ഞ് ചെന്നൊന്നും എടുത്ത് കഴിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ ഫുഡും അല്ല കിട്ടുന്നത്. കണ്ടില്ലേ, രാവിലെ തന്നെ ചോറും കറികളും ഒക്കെയാണ്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ മുഖഭാവം കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല രാവിലത്തെ ഫുഡ്. കുഴപ്പമില്ലായിരുന്നു, നമ്മൾ ഫുഡിന് അങ്ങനെ നിൽക്കാൻ പാടില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. വീട്ടിലെ ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചാൽ ഹോസ്റ്റലിലൊന്നും നിൽക്കാൻ പാടില്ല. വിശപ്പിൻ്റെ വിളി കൊണ്ടിട്ട് അങ്ങ് കഴിച്ചു പോയെന്ന് മാത്രം. രാവിലെ ഇവിടെ വന്നിട്ട് എനിക്ക് എൻ്റെ പേരൊന്നും അറിയില്ല, ടൊമാറ്റോ റൈസ് ആണെന്ന് തോന്നുന്നു, വേറൊരു സാധനം ഉണ്ടായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, ഒരുമാതിരി വലിച്ച ടേസ്റ്റ് ആയതുകൊണ്ട് ഞാനത് തൊട്ടിട്ടേ ഇല്ല. കുറച്ച് നേരത്തെ കാട്ടിക്കൂട്ടലിന് ശേഷം ഇന്നലെ കടയിൽ പോയിട്ട് ഈ ഒരു ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ സാധനം കുടിക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവിടെ തിന്നാൻ വേണ്ടിയിട്ട് മാത്രമാണോ ഇരിക്കുന്നത്, പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഈ വെറുതെ ഈ ലീവുള്ള ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ക്രേവിങ്സ് ഉണ്ടാവും. അപ്പോൾ ഇപ്പം ഞാൻ കഴിക്കുന്നത് ഒരു ലേസോ ചീറ്റോസോ എന്തോ. അതിനുശേഷം ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നപ്പോഴത്തേക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ പൊരിക്കുന്ന സാധനമില്ലേ, അതും പിന്നെ എന്തോ ഒരു കറിയുമായിരുന്നു. കറി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ശരിക്കും എനിക്ക് പുറത്തു പോയി കഴിക്കാൻ മടിയുണ്ടായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ഇത്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പുറത്തു പോയി കഴിച്ചേനെ. പിന്നെ പുറത്താകുമ്പം കുറച്ച് എക്സ്പെൻസും കൂടുതലാണല്ലോ, കയ്യിൽ ക്യാഷും കൂടെ വേണ്ടേ. ഫൈനലി നമ്മുടെ ഡിന്നറാണിത്. ചപ്പാത്തി, വെണ്ടയ്ക്ക കറി, ചോറ്, ഡാൽ കറി. അയ്യവ എന്ന് പറയാൻ എനിക്ക് ഒരു ഇതുമില്ല. ഞാൻ ആകെ ഡാൽ കറിയും ചപ്പാത്തിയും ചോറും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. വെണ്ടയ്ക്കൊക്കെ പച്ച ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാനങ്ങ് കഴിച്ചു. വെറുതെ കളയണ്ടല്ലോ, നമ്മൾ പൈസ കൊടുക്കുന്നതല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഫുഡ് കഴിച്ചു, വേസ്റ്റ് ആക്കിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഡു സബ്സ്ക്രൈബ്. ടാറ്റാ ബൈ ബൈ, സീ യു.